ഏപ്രിൽ ഫൂൾ അഥവാ കളവ് പറയാൻ ഒരു ദിവസം. ഏപ്രിൽ 1 വിഡ്ഢിദിനമായി ആചരിച്ചു തുടങ്ങിയതിനെക്കുറിച്ച് ചരിത്രത്തിൽ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. അതിലൊന്ന് ഫ്രാൻസിൽ ചാൾസ് 9-ന്റെ നേതൃത്വത്തിൽ നടന്ന കലണ്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. 1882 മുമ്പ് പുതുവർഷം ആഘോഷിച്ചിരുന്നത് മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 വരെയായിരുന്നു. ചാൾസ് 9-നാണത് ഡിസംബർ 25 മുതൽ ജനുവരി 1 വരെയുള്ള കാലയളവുകളിലേക്ക് മാറ്റിയത്. വാർത്താവിനിമയ സൗകര്യങ്ങൾ വ്യാപകമല്ലാതിരുന്ന കാലത്ത് വിവരമറിയാത്ത പലരും ഏപ്രിൽ 1 തന്നെ പുതുവർഷം ആഘോഷിച്ചു. അങ്ങനെ ഏപ്രിൽ 1 പുതുവർഷം ആഘോഷിച്ചവരെ മറ്റുള്ളവർ ഏപ്രിൽ ഫൂൾ എന്ന് വിളിച്ചു തുടങ്ങി. പിന്നീട് ഇത് വിഡ്ഢികളുടെ ദിനമായി മാറി. ഏപ്രിൽ ഫൂൾ ആചരണത്തിന് പിന്നിൽ മറ്റൊരു അന്ധവിശ്വാസം കൂടിയുണ്ട്. ബഹുദൈവ വിശ്വാസങ്ങൾ കൂടിക്കലർന്ന ജ്യോതിഷ വീക്ഷണ പ്രകാരം 2 മത്സ്യങ്ങളുടെ അടയാളം നൽകപ്പെട്ടിട്ടുള്ള മീനം രാശിയിൽ നിന്നും സൂര്യൻ അകന്നു പോകുന്ന ദിവസമാണ് ഏപ്രിൽ 1. ആ ദിവസം സുഹൃത്തുക്കളുടെ പിറകുവശത്ത് ചത്ത മത്സ്യത്തെ വെക്കൽ ജ്യോതിഷ വിശ്വാസികളായ അവരുടെ ആചാരമായിരുന്നു. പിൽക്കാലത്ത് ചത്ത മത്സ്യത്തിന് പകരം മത്സ്യത്തിന്റെ കടലാസ് രൂപങ്ങൾ വെച്ച് മറ്റുള്ളവരെ പരിഹസിക്കുന്ന വിനോദമായി മാറി. അങ്ങനെ ഏപ്രിൽ ഫിഷ് എന്ന ജ്യോതിഷ ആചാരമാണ് ഏപ്രിൽ ഫൂൾ എന്ന വിനോദമായി മാറിയത്. വിഡ്ഢി ദിനത്തിൽ വിഡ്ഢികളാക്കപ്പെടുന്നവരെ ഏപ്രിൽ ഫിഷ് എന്നാണ് ഫ്രഞ്ചുകാർ വിളിക്കുന്നത്. ഇത്തരക്കാരെ ഏപ്രിൽ ഗോക്ക് എന്നാണ് സ്കോട്ട്ലൻഡുകാർ വിളിക്കുന്നത്. ഇംഗ്ലണ്ടിൽ വിഡ്ഢി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് 18-ാം നൂറ്റാണ്ടോടെയാണ്. ഇംഗ്ലണ്ട് നോഡി എന്നും ജർമ്മനിയിൽ ഏപ്രിനാർ എന്നുമാണ് വിഡ്ഢികളാക്കപ്പെടുന്നവരെ വിളിക്കുന്നത്. പോർച്ചുഗീസുകാർ ഈസ്റ്റർ നോമ്പിന് 40 ദിവസം മുമ്പുള്ള ഞായർ തിങ്കൾ ദിവസങ്ങളായിട്ടാണ് വിഡ്ഢി ദിനം ആഘോഷിക്കുന്നത്. ഗ്രീക്ക് ദേവതയായ സെറസിന്റെ മകളായ പ്രോസ്പിനായെ പ്ലൂട്ടോ ദേവൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ മകളുടെ കരച്ചിൽ കേട്ടു. എന്നാൽ കരച്ചിലിന്റെ പ്രതിധ്വനി കേട്ട മറുവശത്തേക്ക് ഏറെ നേരം സെറസ് ഓടിയത് വിഡ്ഢി ദിനവുമായി ബന്ധപ്പെടുത്തി പറയുന്ന മറ്റൊരു പഴങ്കഥയാണ്. ഇന്ത്യയിൽ ഫൂൾസ് ഡേ വന്ന വഴി. സ്വാഭാവികമായും മറ്റു പലതും എന്ന പോലെ ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഇന്ത്യയിൽ വിഡ്ഢി ദിനവും എത്തിയത്. മുമ്പൊക്കെ പ്രാവിന്റെ പാൽ കറന്നു കൊണ്ടുവരാൻ ആളെ അയക്കുക, നീരുറ്റി വീഴുന്നത് പാത്രത്തിലാക്കാൻ പറയുക തുടങ്ങിയ തമാശകളാണത്രേ ഉണ്ടായിരുന്നത്. വ്യാജമായ വാർത്തകൾ ചമയ്ക്കുക, തെറ്റായ വിവരങ്ങൾ നൽകുക, മരണജനന വാർത്തകൾ തെറ്റായി ഉണ്ടാക്കുക തുടങ്ങി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇന്ത്യൻ വഴികൾ നിരവധി. പിന്നീട് ഒരു പടി കൂടി കടന്ന ചില പ്രയോഗങ്ങൾ തുടങ്ങി. പുലർച്ചെ വീടിന്റെ മുന്നിൽ ചാണകം പൂശുക, വലിയ പോസ്റ്ററുകൾ പതിക്കുക, പൂട്ടുകൾ കൊണ്ട് വാതിലുകൾ ബന്ധിക്കുക, ചെരുപ്പുകൾ ചെറിയ കമ്പികൾ കൊണ്ട് കെട്ടിയിടുക തുടങ്ങിയായിരുന്നു മലയാളി യൗവനങ്ങളുടെ വിഡ്ഢിദിന കളികൾ. കള്ളം പറയുന്നതിനെ പറ്റി ഇസ്ലാം എന്തു പറയുന്നു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, കപട വിശ്വാസിയുടെ അടയാളം 3 എണ്ണമാണ്. 1. സംസാരിച്ചാൽ കള്ളം പറയുക. 2. വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക. 3. വിശ്വസിച്ചാൽ ചതിക്കുക. സഹീഹുൽ ബുഖാരി. നേര് മാത്രം പറയുക, അത് വിപ്ലവകരമാണ്. എത്ര കഴിക്കുന്നതായാലും സത്യം മാത്രം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ കറകളഞ്ഞ മുനാഫിഖായിരിക്കുന്നു. അതിലേതെങ്കിലും ഒന്നൊരാളിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കും വരെ അവനിൽ നിഫാഖിന്റെ കാപട്യത്തിന്റെ അംശമുണ്ട്. സംസാരിച്ചാൽ അവൻ കളവ് പറയും, വിശ്വസിച്ചാൽ വഞ്ചിക്കും, കരാർ ചെയ്താൽ ലംഘിക്കും, തർക്കിച്ചാൽ അസഭ്യം പറയും. എല്ലാ അധർമ്മങ്ങളും ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചനുസരിക്കാൻ എനിക്ക് കഴിയില്ല. നീ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഞാനത് പ്രാവർത്തികമാക്കാം. കള്ളം പറയുകയും കളവ് നടത്തുകയും മറ്റൊരുപാട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നീ എന്ത് വന്നാലും കളവ് പറയരുത്. ഒരു കാര്യമല്ലേ, ഞാനത് പാലിച്ചു കൊള്ളാം. വേറെ ഒന്നും പറയരുത്. ജീവിതത്തിൽ പിന്തുടരാനായി പ്രവാചകനത് സമ്മതിച്ചു. കളവ് പറയില്ല എന്ന ഒരിട്ട നന്മ മാത്രമായി പ്രവാചകന് വാക്ക് നൽകി പിരിഞ്ഞ മനുഷ്യൻ രാത്രിയിൽ പതിവ് പോലെ കളവ് നടത്താൻ പുറത്തിറങ്ങി. കുറച്ചു നേരം ചെന്നപ്പോൾ അദ്ദേഹം ആലോചിച്ചു, നാളെ ആരെങ്കിലും നീയാണോ കളവ് നടത്തിയത് എന്ന് പറഞ്ഞാൽ സത്യം പറയേണ്ടി വരും. ഈ ആലോചനകൾ എല്ലാ തിന്മകളിൽ നിന്നും അദ്ദേഹത്തെ മുക്തനാക്കി. കള്ളം പറയൽ വിശ്വാസിക്ക് ചേർന്ന ഗുണമല്ല, മുനാഫിക്കുകളുടെ ലക്ഷണമാണിത്. എപ്പോഴും കള്ളം പറയുന്നവർ അതിനെ ശക്തിപ്പെടുത്താൻ ശപഥവും ചെയ്യും. എത്രത്തോളം എന്നാൽ ഭൂമിയിൽ വിശ്വാസികളോട് ശബ്ദം ചെയ്തിരുന്ന പോലെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ കള്ളം പറഞ്ഞ് ശബ്ദം ചെയ്യാൻ പോലും അവർ മടിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നത്, നുണ പറയുന്നവരും അവർ തന്നെയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, വിശ്വാസി ഭീരുവാകുമോ? അദ്ദേഹം പറഞ്ഞു, ആവാം. വീണ്ടും ചോദിച്ചു, വിശ്വാസി പിശുക്കനാവുമോ?
അദ്ദേഹം പറഞ്ഞു, ആവാം. വീണ്ടും ചോദിച്ചു, വിശ്വാസി കളവ് പറയുന്നതിനാവുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല. ജനങ്ങളിൽ ദുർബല മനസ്കരുണ്ടാകും, അവരിൽ ഭീരുത്വവും പേടിയും ഉണ്ടാകും. അപ്രകാരം ചിലവഴിക്കാൻ അങ്ങേയറ്റം മടിയുള്ള പിശുക്കന്മാരും ഉണ്ടാകും. ഈ രണ്ട് ഗുണങ്ങളും പ്രകൃതത്തിന്റെ ഭാഗമായി വരുന്നതാണ്, എന്നാൽ കളവ് ആർജിച്ചെടുക്കുന്ന ഒന്നാണ്.